നമ്മളിൽ പലരുടെയും പേഴ്സണൽ ഇമെയിൽ ഐഡികളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ധാരാളം സ്പാം മെസ്സേജുകൾ, പ്രൊമോഷണൽ ഇമെയിലുകൾ, അല്ലെങ്കിൽ മറ്റു പല വെബ്സൈറ്റുകളിലെയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതിനുകൊണ്ട് അവിടുന്ന് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലുകൾ ധാരാളം നമ്മുടെ ഇമെയിൽ ഐഡിയിൽ വന്നു നിറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അത്യാവശ്യം വന്നിരിക്കുന്ന മെയിലുകൾ നമ്മൾ കാണാതെ പോവുകയും മറ്റു പല പ്രൊമോഷണൽ ഇമെയിലുകൾ കൊണ്ട് നമ്മുടെ മെയിൽ ഇൻബോക്സ് നിറയുകയും ചെയ്യാറുണ്ട്. ഇവയ്ക്കൊക്കെ നമുക്കൊരു പരിഹാരം കാണാം. ഇമെയിൽ ഇൻബോക്സിൽ വരുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. ധാരാളം വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ന്യൂസ് റീഡിങ്ങിനൊക്കെ ആയിട്ട് വെബ്സൈറ്റുകളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഫോണിലൂടെ ബ്രൗസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ആപ്പുകൾ യൂസ് ചെയ്യുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഓരോ സൈറ്റിലും ചിലപ്പോഴും അല്ലെങ്കിൽ ഓരോ ഗെയിമുകൾ ഇവയൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ഇൻ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. മിക്കവരും തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് വെച്ചായിരിക്കും നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. പാസ്വേഡ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് ഗൂഗിളിന്റെ ഓപ്ഷൻ കൊടുത്താൽ അത് ജസ്റ്റ് സൈൻ ഇൻ ആയിക്കോളും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവരോട് എഗ്രി ചെയ്യുകയാണ്. ഇവരുടെ പ്രൊമോഷണൽ മെയിലുകൾ, മറ്റ് ന്യൂസ് ലെറ്റേഴ്സ് എല്ലാം നമ്മുടെ മെയിലിലോട്ട് സെൻഡ് ചെയ്ത് വരാനായിട്ടുള്ള പെർമിഷൻ ഒക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഇൻബോക്സ് നിറയുകയും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലുകളൊക്കെ വരികയും നമുക്ക് ആവശ്യമായ മെയിലുകൾ നമ്മൾ കാണാതെ പോവുകയും നമ്മൾ ചെയ്യാനിടയുണ്ട്. ഇതിനൊക്കെ നമുക്ക് 2 വഴിയിൽ നമുക്ക് ഇവയൊക്കെ നമുക്കൊരു പരിഹാരം കാണാം. ഒന്നാമതായിട്ട് നമ്മൾ പേഴ്സണൽ ഇമെയിൽ ഐ ഡി അല്ലാതെ മറ്റൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസ് സബ്സ്ക്രിപ്ഷനുകൾ അല്ലാത്ത വെബ്സൈറ്റുകളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ അല്ലാത്തൊരു മറ്റൊരു ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. രണ്ടാമതായിട്ട് ഉള്ള ട്രിക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി തന്നെ മതി. അതൊക്കെ വെച്ച് തന്നെ നമുക്ക് അതിനൊന്ന് ഓർഗനൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു chem-mail.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണിത്. ഇത് ടെമ്പററി ഒരു ഇമെയിൽ ഐ ഡി ആണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ വേറൊരു internext.com എന്ന് പറയുന്ന ഈ ഒരു സർവീസ് പ്രൊവൈഡേഴ്സും ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡി. ഇത് രണ്ടും നല്ലൊരു ടെമ്പററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്ന 2 സർവീസുകളാണ്. ഇത് മനോരമയുടെ ഒരു മനോരമ ഓൺലൈൻ സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ചില പ്രീമിയം കണ്ടന്റുകളൊക്കെ ഉണ്ട്. ഈ കണ്ടന്റുകളൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട, പൈസ കൊടുത്ത് ഈ ഒരു സൈൻ ഇൻ ചെയ്യണം. ഞാൻ ഇവിടെ സൈൻ ഇൻ കൊടുക്കുകയാണ്. ഈ സൈൻ ഇൻ നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം, ഫേസ്ബുക്ക് വെച്ച് സൈൻ ഇൻ ചെയ്യാം. ഞാനിവിടെ ഒരു പുതിയ അക്കൗണ്ട്, നമ്മൾ സാധാരണ ഈ സൈൻ ഇൻ വെച്ച് ജിമെയിൽ വെച്ച് കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിലുകളൊക്കെ വന്നു നിറയുന്നത്. ഞാനിവിടെ ഒരു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ഫസ്റ്റ് നെയിം ചുമ്മാ എന്തെങ്കിലും കൊടുക്കുകയാണ്. നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് internext.com എന്നുള്ള ഈ ടെമ്പററി ഇമെയിൽ സർവീസ് ഞാൻ ഇവിടെ വരികയാണ്. നമ്മുടെ ഈ ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഈ മനോരമയുടെ ഇവിടെ വന്ന് ഈ ഒരു ഇമെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, രജിസ്റ്റർ കൊടുത്തു. ഇത് ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ട് അങ്ങോട്ടൊരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ഞാൻ ഈ മെയിലിന്റെ അവിടെ ഇൻബോക്സ് വന്ന് നോക്കിയാണ്. ഇൻബോക്സിൽ നിലവിലൊന്നും വന്നിട്ടില്ല, ഇപ്പോൾ തന്നെ വന്നോളൂ. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇവിടെ ഇൻബോക്സിൽ മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞുള്ള മനോരമ ഓൺലൈനിൽ നിന്ന് ഒരു ആക്ടിവേഷൻ കോഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുകയാണ്, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ആവുകയാണ്. എൻ്റെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മനോരമയിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് എന്ത് പ്രൊമോഷണൽ ഇമെയിൽ വന്നാലും ഈ ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡിയിലോട്ടേ വരത്തുള്ളൂ. സോ എനിക്ക് ആ ഒരു ഭാവിയിലുള്ള പ്രൊമോഷണൽ ഇമെയിലുകളൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ല. കാരണം ഈ ഇമെയിൽ അഡ്രസ്സ്, ഈ ഇൻബോക്സ് എവരി 5 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇതൊരു എക്സ്പയർ ആയി പൊക്കോളും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ടെമ്പ് ഇമെയിലിൽ നിന്ന് ഞാൻ ഈ ഒരു ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്യാണ്. നമ്മളെ സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്യാനായിട്ട് സ്ക്രീനർ ഉണ്ട്. ഈ സ്ക്രീനറിൽ ഞാനൊരു ഡെമോ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുകയാണ്.
അവിടെ നിന്ന് കിട്ടിയ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തു, റീ എൻട്രി ചെയ്ത് കൊടുത്തു, പാസ്വേഡ് കൊടുക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. വെരിഫിക്കേഷൻ ഇമെയിലിൽ ടെമ്പററി ഇമെയിൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇൻബോക്സ് ചെന്ന് നോക്കുമ്പോൾ സ്ക്രീനറി എന്നുള്ള വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആക്ടിവേറ്റ് ചെയ്താൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ 2 ടെമ്പററി ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സൈൻ ഇനുകളൊക്കെ നമുക്ക് ഇതുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡിന്ന് നമുക്ക് കൊടുത്തുകൊണ്ട് സൈനപ്പ് ചെയ്യുകയും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ വരുന്ന പ്രൊമോഷണൽ ഇമെയിലുകൾ, മറ്റ് അൺവാണ്ടഡ് ഇമെയിലുകൾ, സ്പാം മെസ്സേജുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു പരിധി വരെ. ലൈഫ് ടൈം ആക്സസോട് കൂടിയ എക്സൽ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.